നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ചില മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഇസ്രായേൽ ഇറാനെ കയറിയൊന്ന് മാന്തി, പിന്നെ ഇസ്രായേലിനെ തരിപ്പണമാക്കി ഇറാൻ. ഇങ്ങനെയാണ് ചില മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങൾ നിറയെ ചില ചെറു വീഡിയോകൾ. ടെൽ അവീവ് യുദ്ധത്തിന് മുൻപ്, യുദ്ധത്തിന് ശേഷം. യുദ്ധത്തിന് മുൻപ് വൈദ്യുതി വിളക്കുകളൊക്കെ തെളിഞ്ഞ് നല്ല ദീപപ്രഭയിൽ നിൽക്കുന്ന ടെൽ അവീവിൻ്റെ ചിത്രം. പിന്നീടുള്ള ചിത്രം കണ്ടാൽ നമ്മൾ ഭയന്നു പോകും. ഗാസയിൽ നിന്നോ മറ്റേതെങ്കിലും യുദ്ധസ്ഥലങ്ങളിൽ നിന്നോ ഉള്ള പടങ്ങൾ പോലെ എല്ലാം തകർക്കപ്പെട്ട നിലയിൽ. ഇതിനിടയിൽ ഇറാൻ വെടിവെച്ചിട്ട F-35 പോർവിമാനം എന്ന പേരിൽ മറ്റു ചില ചിത്രങ്ങൾ. ഇസ്രായേലിനെ അടിമുടി ഇറാൻ തകർത്തുവെന്ന നിലയിലാണ് പ്രചരണങ്ങൾ കൊഴുക്കുന്നത്. ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ച അന്നു മുതൽ ഓൺലൈനുകളിൽ തെറ്റായ വിവരങ്ങളുടെ കുത്തൊഴുക്ക്. തുർക്കി മാധ്യമങ്ങളാണ് ആദ്യം ഇത്തരം കള്ളപ്രചരണങ്ങൾ തൊടുത്തുവിട്ടത് എങ്കിലും ഇറാൻ അനുകൂല കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തോതിൽ കള്ളപ്രചരണങ്ങൾ തുടങ്ങി. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഇത് BBC പങ്കുവയ്ക്കുന്നു. മിക്ക ചിത്രങ്ങളും വീഡിയോകളും അടിസ്ഥാനരഹിതമാണ്, ഫേക്ക് എന്നാണ് BBC വിശേഷിപ്പിക്കുന്നത്. ഇറാൻ്റെ സൈനിക ശേഷിയെക്കുറിച്ച് വീമ്പിളക്കുന്ന നിരവധി വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. പലതും കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണ് എന്ന് BBC പറയുന്നു. ഇസ്രായേലി ലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ അനന്തരഫലങ്ങൾ കാണിക്കുന്ന വ്യാജ ക്ലിപ്പുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. BBC പറയുന്നത് ഏറ്റവും അധികം പ്രചരിച്ച ചില വ്യാജ വീഡിയോ ക്ലിപ്പുകൾ 100 ദശലക്ഷത്തിലധികം വ്യൂസ് നേടിയെന്നാണ്. ഇതൊക്കെ ഇസ്രായേലിൻ്റെ തകർച്ചയുടെ വീഡിയോകൾ. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന പല ക്ലിപ്പുകളും ഗെയിം ക്ലിപ്പുകളിൽ നിന്നും AI ജനറേറ്റഡ് ഉള്ളടക്കത്തിൽ നിന്നുമൊക്കെ സൃഷ്ടിച്ചെടുത്തവയാണ് എന്ന് BBC പറയുന്നു. അടുത്ത കാലത്തായി അജ്ഞാത അക്കൗണ്ടുകൾ ഏറി വരുന്നെന്നും ഇത്തരം അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വ്യാജ വീഡിയോകൾ ധാരാളം നിർമ്മിക്കപ്പെടുന്നുവെന്നും BBC കണ്ടെത്തി. ഒരു സംഘടന സമയത്ത് ജനറേറ്റീവ് AI വലിയ തോതിൽ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ആദ്യമായി കാണുന്നത് ഇതാദ്യമായാണ് എന്ന് BBC പറയുന്നു. 27 ദശലക്ഷം ആളുകൾ കണ്ട ഒരു ചിത്രത്തിൽ ടെൽ അവീവ് നഗരത്തിൽ ഡസൻ കണക്കിന് മിസൈലുകൾ വീഴുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. തികച്ചും വ്യാജമായി നിർമ്മിച്ച വീഡിയോ. ഇസ്രായേൽ നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ രാത്രി വൈകി മിസൈൽ ആക്രമണം കാണിക്കുന്നതായി പറയുന്ന മറ്റൊരു വീഡിയോയും പൂർണ്ണമായി വ്യാജം. കരയിലും വ്യോമലക്ഷ്യങ്ങളിലും ആക്രമണം നടത്താൻ കഴിവുള്ള US നിർമ്മിത അത്യാധുനിക വിമാനമായ ഇസ്രായേലി F-35 യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ചുവെന്ന അവകാശവാദങ്ങളും തെറ്റാണ് എന്ന് BBC കണ്ടെത്തി. AI വ്യാജന്മാർ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളുടെ 15% ഇറാൻ ആക്രമിച്ച് തകർത്തു എന്ന് പറയുന്ന മറ്റു ചില വീഡിയോകൾ. F-35 വിമാനങ്ങൾ വെടിവെച്ചിടുന്നതിൻ്റെ ആധികാരിക ദൃശ്യങ്ങളൊന്നും ഇതുവരെ ലഭ്യമല്ല. എന്നിരുന്നാലും ഒരു F-35 വിമാനം മരുഭൂമിയിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നു. ഇറാനിയൻ മരുഭൂമിയിൽ വെടിവെച്ച് വീഴ്ത്തിയ ഒരു ജെറ്റ് വിമാനത്തിൻ്റെ കേടുപാടുകൾ സംഭവിച്ചതായി പറയുന്ന വ്യാപകമായി പ്രചരിച്ച മറ്റൊരു വീഡിയോ. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ സൃഷ്ടിച്ചെടുത്ത വീഡിയോ ആണ് ഇതെന്ന് BBC ഉറപ്പിച്ചു പറയുന്നു. ജെറ്റിന് ചുറ്റുമുള്ള സാധാരണക്കാർ സമീപത്തുള്ള വാഹനങ്ങളുടെ അതേ വലിപ്പത്തിലായിരുന്നു ഈ വീഡിയോയിൽ. മണലിൽ ആഘാതത്തിൻ്റെ ലക്ഷണങ്ങളും കാണുന്നില്ല. ടെഹ്റാനിലെ തെരുവുകളിൽ ഞങ്ങൾ ഇസ്രായേലിനെ സ്നേഹിക്കുന്നുവെന്ന് ആക്രോശിക്കുന്ന ജനങ്ങളെ കാട്ടുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്. ഇതും വ്യാജനിർമ്മിതമാണ് എന്ന് BBC തർപ്പിച്ചു പറയുന്നു. ഇറാനിലെയും ഇസ്രായേലിലെയും ഔദ്യോഗിക സ്രോതസ്സുകൾ ചില വ്യാജ ചിത്രങ്ങൾ പങ്കുവച്ചു എന്നും BBC കണ്ടെത്തി. ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഇപ്പോൾ നിരവധി വ്യാജ വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുന്ന മറ്റു ചില വ്യാജ വീഡിയോകളും ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു. ട്രംപ് പേടിച്ചു പിന്മാറി എന്ന തലത്തിൽ ട്രംപിൻ്റേതായ ചില പ്രസ്താവനകളൊക്കെ ഈ വീഡിയോകളിലുണ്ട്. വീഡിയോകളുടെ കുത്തൊഴുക്കാണ് കേരളത്തിൽ പോലും. പലതും ഇസ്രായേൽ തകർന്നടിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുന്ന വീഡിയോകൾ. പല ചിത്രങ്ങളും വ്യാജമായി നിർമ്മിച്ചവയാണ് എന്ന് BBC അടക്കം പറയുന്നു. എങ്കിലും കേരളത്തിലെ ഇറാൻ അനുകൂലികൾ അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഇസ്രായേൽ ആക്രമണം തുടരുന്നിടത്തോളം കാലം വാഷിംഗ്ടണുമായി ആണവ ചർച്ചകൾ നടത്തില്ല എന്ന് ടെഹ്റാൻ വിദേശകാര്യമന്ത്രി ഉറപ്പിച്ചു പറയുന്നു. ഇറാനെതിരായ ആക്രമണങ്ങൾ നിർത്താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടാൻ താൻ വിമുഖത കാണിക്കുന്നു എന്ന് US പ്രസിഡന്റ് തുറന്നടിച്ചു. ഇത്തരമൊരു അഭ്യർത്ഥന ഇപ്പോൾ നടത്താൻ ബുദ്ധിമുട്ടാണ്.
ആരെങ്കിലും വിജയിക്കുകയാണെങ്കിൽ ആരെങ്കിലും തോൽക്കുന്നതിനേക്കാൾ അത് ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ തയ്യാറാണ്, സന്നദ്ധരാണ്, കഴിവുള്ളവരാണ്. ഞങ്ങൾ ഇറാനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇസ്രയേൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ട്രംപ് സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അവരോട് ഇപ്പോൾ അനുനയത്തിൻ്റെ ഭാഷ സംസാരിക്കുക ബുദ്ധിമുട്ടാണ്. വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെതിരെ യുദ്ധം നയിക്കേണ്ട ആവശ്യകതയും ഇപ്പോഴില്ല. അതിശക്തമായ മറ്റ് ചില ആക്രമണങ്ങളുടെ വാർത്തകളാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇസ്ഫഹാൻ ആണവ കേന്ദ്രം ഇസ്രയേൽ ആക്രമിച്ചു തകർത്തു എന്ന വാർത്തകൾ ഇപ്പോൾ സജീവമാണ്. ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേൽ ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിന് വരുത്തിയ നാശനഷ്ടങ്ങൾ വളരെ വലുത്. ഇറാനിയൻ നഗരമായ കോവിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ IRGC ഖുദ്സ് ഫോഴ്സിലെ പലസ്തീൻ ഡിവിഷന്റെ തലവൻ സയ്യിദ് ഇസാദി കൊല്ലപ്പെട്ടു. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് അന്ന് ഹമാസിനെ പ്രേരിപ്പിച്ചതും ഹമാസിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതുമായ തീവ്രവാദി. ഇറാനിലെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രം ഇസ്രയേൽ ഇന്നലെ രാത്രി അതിശക്തമായ ആക്രമണത്തിലൂടെ വലിയൊരു ഭാഗം നാശനഷ്ടം വരുത്തി. എന്നാൽ അപകടകരമായ വസ്തുക്കളുടെ ചോർച്ചയൊന്നുമില്ല എന്ന് ഇറാൻ പറയുന്നു. ഇതിനിടയിൽ ഗോലാൻ കുന്നുകളിലെ നിരവധി സമൂഹങ്ങളിൽ സൈറണുകൾ മുഴങ്ങി. ഇസ്രയേലി വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ച ഇറാനിയൻ ഡ്രോൺ ജനവാസമില്ലാത്ത പ്രദേശത്ത് വെടിവെച്ചിട്ടുവെന്ന് ഇസ്രയേൽ പറയുന്നു. ഹൈഫ ഉൾപ്പെടെയുള്ള പല മേഖലകളിലേക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുന്നു. എന്നാൽ അതിശക്തമായ പ്രത്യാക്രമണമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ രാത്രി കണ്ടത്. ടെഹ്റാനിൽ മാത്രമല്ല പല സൈനിക കേന്ദ്രങ്ങൾക്കും കടുത്ത നാശനഷ്ടം വരുത്തിവെച്ചു ഇസ്രയേൽ പോർ വിമാനങ്ങൾ. ഈ യുദ്ധം നീണ്ടുപോകും എന്ന് IDF വ്യക്തമാക്കുന്നു. പക്ഷേ ഇറാനെ ഇഞ്ചിഞ്ചായി തകർക്കും എന്ന തങ്ങളുടെ നിശ്ചയത്തിന് മാറ്റമില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും ഇസ്രയേൽ. അതിശക്തമായ ആക്രമണങ്ങൾ ഒരു വശത്ത് തുടരുമ്പോൾ മറുവശത്ത് കള്ളവാർത്തകളുടെ കുത്തൊഴുക്ക്, ഒപ്പം കള്ളപ്രചരണവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.